അപ്പോൾ നമ്മൾ LNCC എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പാണ് HNCC, അതായത് ഹൈ ന്യൂക്ലിയാരിറ്റി കാർബണൈൽ ക്ലസ്റ്റർ. അപ്പോൾ LNCCയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് മെറ്റൽ ഐറ്റംസ് 2, 3 അല്ലെങ്കിൽ 4 വരുന്ന കേസാണെന്ന്. അതേപോലെ ഇപ്പോൾ എന്തായിരിക്കും HNCC എന്ന് പറയുമ്പോൾ 5 ഓർ മോർ ദാൻ 5, 5 അതിൽ കൂടുതലോ മെറ്റൽ ഐറ്റംസ് ഡയറക്റ്റ്ലി ബോണ്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവർ HNCCയിലാണ് പെടുക. അപ്പോൾ അങ്ങനെ കുറേ കാർബണൈൽ ക്ലസ്റ്റേഴ്സ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. RH6CO16, RU6CO18 അങ്ങനെ കുറേ ക്ലസ്റ്ററുകൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത് ഒരു കുറച്ച് മിക്സ്ഡ് കാർബണൈൽ ക്ലസ്റ്റേഴ്സ്, അതായത് ഈ ഒരു മെറ്റൽ ആറ്റം പിന്നെ കാർബണിൽ ഇപ്പോൾ RHCO, RUCO അതല്ലാതെ ഏതെങ്കിലും ഒരു എൻകാപ്സുലേറ്റഡ് ആറ്റം നിൽക്കുന്ന പോലെ നമുക്ക് അങ്ങനത്തെ കുറച്ച് ക്ലസ്റ്ററുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ട്രാൻസിഷൻ മെറ്റലും അതുപോലെ കാർബണിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഹാലൈഡും അല്ലാതെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ അതുപോലുള്ള ആറ്റംസ് എൻകാപ്സുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ക്ലസ്റ്ററുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എൻകാപ്സുലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കാർബൺ ആണെങ്കിൽ നമ്മളതിനെ കാർബിഡോ കാർബണൈൽ ക്ലസ്റ്റർ എന്ന് പറയും. കാർബൺ ക്ലസ്റ്ററിൽ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് കാർബൺ ആണെങ്കിൽ നമ്മളതിനെ കാർബിഡോ കാർബണൈൽ ക്ലസ്റ്റർ എന്ന് പറയും. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈറോളിസിസ് വഴിയാണ്. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ റിഫ്ലക്സ് ചെയ്യിപ്പിക്കുക മെറ്റൽ കാർബണിൽസിനെ. അപ്പോൾ അതെങ്ങനെയായിരിക്കും, മെറ്റൽ കാർബണിൽസ് അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ സോൾവെൻറ്റുകളായിട്ട് CHCl3, CCl4 അതുപോലെയുള്ള സോൾവെൻ്റ് ഇടുമ്പോൾ അതിൽ നിന്ന് കാർബൺ എന്ത് ചെയ്തു എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെറ്റൽ കാർബണിൽസിൽ വന്നിരിക്കും. അങ്ങനെയാണ് നമ്മളിതിനെ ഉണ്ടാക്കുക. ഇനി അതിൽ കാർബിഡോ കാർബണൈൽ ക്ലസ്റ്ററിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. Fe5CO15C അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, സ്ട്രക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, പഠിക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുമ്പോൾ Fe ഉണ്ട്, CO ഉണ്ട്, നടുക്കിൽ കാർബണിൽ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ്, ഡാഷ്ഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കണം. അത് എൻകാപ്സുലേറ്റ് ചെയ്ത് നിൽക്കുന്ന അർത്ഥത്തിലാണ് അവിടെ വരയ്ക്കേണ്ടത്. അതുപോലെ RU6CO17 എന്ന് പറയുന്നതിൻ്റെ സ്ട്രക്ചറാണിത്. അപ്പോൾ ചോദിക്കാറുണ്ട് എക്സാമ്പിൾ എന്തൊക്കെയാണ്. കാർബിഡോ കാർബണൈൽ ക്ലസ്റ്ററിൻ്റെ കാർബൈഡ് ക്ലസ്റ്റർ വേറെ ഉണ്ട് കേട്ടോ. കാർബിഡോ കാർബണൈൽ ക്ലസ്റ്ററിൻ്റെ എക്സാമ്പിൾ ഫിഗർ പഠിക്കണം. അതേപോലെ തന്നെ നൈട്രിഡോ കാർബണൈൽ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കാർബണിന് പകരം നൈട്രജൻ വന്നിരിക്കുന്ന ക്ലസ്റ്ററുകളെ നമ്മൾ നൈട്രിഡോ കാർബണൈൽ ക്ലസ്റ്റർ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾ അതും സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. RU6NCO16- അങ്ങനത്തെ 2 എക്സാമ്പിൾ ഉണ്ട്. ഇനി നൈട്രിഡോൻ്റെ സിന്തസിസിലെ 2 എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. Fe3CO12 നിന്ന് ഉണ്ടാക്കുന്നത് N3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നൈട്രിഡോ ക്ലസ്റ്റർ കിട്ടും. പിന്നെ ഇപ്പോൾ നൈട്രജൻ കഴിഞ്ഞു, കാർബൺ കഴിഞ്ഞു, ഇനി ഹൈഡ്രജൻ നിൽക്കുന്നതിന് എക്സാമ്പിളാണ് HCO6CO15, ഫോസ്ഫറസ് നിൽക്കുന്നത്, സൾഫർ നിൽക്കുന്നത്, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്ന് പഠിച്ച് വയ്ക്കുക. കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാർബിഡോനാണ്. കാർബിഡോ വരുന്നതാണ് ചോദിക്കാറ്. ഇനി നമുക്ക് LNCCയിൽ നമ്മൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് കണ്ടുപിടിച്ച പോലെ HNCCയിൽ അത് നമ്മൾ നമ്പർ ഓഫ് മെറ്റൽ ബോണ്ട് കണ്ടുപിടിച്ചത് എന്തിനായിരുന്നു, അതിൻ്റെ സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ തന്നെ HNCCയിൽ നമ്മൾ ഉപയോഗിക്കുക സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെയ്റ്റ്സ് റൂൾ. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. വെയ്റ്റ്സ് റൂൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യുക. അപ്പോൾ വെയ്റ്റ്സ് റൂള് ഈ നോട്ടിലും ഉണ്ട്, അതേപോലെ നമ്മുടെ അജയ് കുമാറിൻ്റെ ബുക്കിലുണ്ട്. രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടോട്ടൽ ഇലക്ട്രോൺ സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് TEC എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുക. TEC എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം അതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ, മെറ്റൽ ആറ്റത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ 3D 4s രണ്ടിത്തെയും വേണം കണ്ടുപിടിക്കുക, രണ്ടും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് അത് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് നേരത്തെ ചെയ്ത പോലെ തന്നെ കാർബണിൽ തന്നെ 2 കാർബണിൽ ക്ലസ്റ്ററാണ് ഇതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാർബണിൽ ബ്രിഡ്ജഡ് ആയാലും ടെർമിനലായാലും നമ്മൾ 2 ഇലക്ട്രോൺ വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ആഡ് ചെയ്തു. ഇനിയുള്ളത് നെഗറ്റീവ് ചാർജ് കോംപ്ലക്സിനുണ്ടെങ്കിൽ നമ്മൾ ഒരു നെഗറ്റീവ് ചാർജാണുള്ളത് വെച്ചാൽ 1 ഇലക്ട്രോൺ നമ്മൾ ആഡ് ചെയ്യണം, ഒരു നമ്പർ ആഡ് ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇത്രയും കിട്ടിയ സാധനങ്ങളുടെ സമ്മാണ് നമ്മൾ, ഇത്രയും കിട്ടിയ സാധനങ്ങളല്ല,
ഇത്രയും കിട്ടിയ 3 വാല്യൂസ്, അതായത് ചാർജ്, വാലൻസ് ഇലക്ട്രോൺ, കാർബണൽ കോൺട്രിബ്യൂഷൻ, 3ഉം കൂടെ കൂട്ടി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേമും കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. മറ്റേതിൽ ഈ 3 ആയിരുന്നു, ഇതിൽ ഒരു ടേമും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതും കൂടെ കൂടുമ്പോഴാണ് നമ്മൾ TEC വാല്യൂ കംപ്ലീറ്റ് ആവുക. അതായത് നമ്മളിപ്പോൾ എൻകാപ്സുലേറ്റ് ചെയ്യാത്ത കാർബണൽ ക്ലസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാണെങ്കിൽ നമ്മൾ ഈ റൂൾ അപ്ലിക്കബിൾ അല്ല, അത് നമ്മൾ സാധാ പോലെ ചെയ്താൽ മതി. ഇനി എൻകാപ്സുലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു വാല്യൂ നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെയാണ് ഈ സ്റ്റെപ്പ് ഉള്ളത്. നമ്മൾ ഹൈഡ്രജൻ ആണ് എൻകാപ്സുലേറ്റഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റീഷ്യൽ ആറ്റം എന്നും നമ്മൾ പറയും. ഇൻറ്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ എൻകാപ്സുലേറ്റഡ് ആറ്റം എന്ന് പറയും. അത് ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്യണം, കാർബൺ ആണെങ്കിൽ 4 ആഡ് ചെയ്യണം, നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും 5 ആഡ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ TEC ഇപ്പം നമുക്ക് കിട്ടിയ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രീഷ്യൽ ആറ്റത്തിൻ്റെ നമ്പർ ആഡ് ചെയ്യണം. ഇതിലും സെയിം സ്റ്റെപ്പാണ്. ഹൈഡ്രജൻ 1, കാർബൺ 4, നൈട്രജൻ ഫോസ്ഫറസ് 5. ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ, അതിലും കൂടുതൽ ഐറ്റംസ് ഉണ്ടാവാറില്ല, ചോദിക്കാറില്ല. പിന്നെ അടുത്തൊരു പോയിൻ്റ്, അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? TEC എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് എത്ര മെറ്റൽ ആറ്റം ഉണ്ടെന്നുള്ളത് N എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ട് N × 12 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇതിൽ നിന്ന് കുറയ്ക്കണം. നേരത്തെ പോലെയല്ല, നേരത്തെ നമ്മൾ N × 18 നിന്ന് TVE ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ കുറയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ TEC മൈനസ് N × 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PEC കിട്ടും, പോളിഹിഡ്രൽ ഇലക്ട്രോൺ കൗണ്ട്. പോളിഹിഡ്രൽ ഇലക്ട്രോൺ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? TEC മൈനസ് N × 12, ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് മൈനസ് N × 12 കിട്ടി. ഇനി ഈ 12 എന്ന് പറയുന്ന വാല്യൂ ഓരോ മെറ്റലിൻ്റെയും കോൺട്രിബ്യൂഷനാണ്. ഓരോ മെറ്റലും എത്ര ഇലക്ട്രോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന് ജനറൽ ആയിട്ടുള്ള കൊടുക്കുന്ന ഒരു നമ്പറാണ് 12 എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിക്കും. ഇപ്പോൾ TVE എന്ന് പറയുന്ന വാല്യൂ അല്ലെങ്കിൽ TEC എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക സ്കെലിറ്റൽ ബോണ്ടിങ്ങിൽ, അതിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കുക, ബേസിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ഇനി അതല്ലാതെ നോൺ സ്കെലിറ്റൽ ബോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബേസിക് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അല്ലാതെ ഇപ്പോൾ ഡാഷ് ഇട്ട ലൈൻസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ, അതുപോലെ നോൺ സ്കെലിറ്റൽ ആയിട്ടുള്ള ബോണ്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ 12 ഇലക്ട്രോണിൻ്റെ കണക്ക്. ഇത്രയും സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? വെയ്ഡ്സ് റൂൾ എന്ന് പറയുന്നത്. വെയ്ഡ്സ് റൂള്, വെയ്ഡ്-മിങ്കോസ് റൂള്, പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനും കൂടി ഉണ്ട്, അത് വെയ്ഡ്-മിങ്കോസ്-ലോഹർ റൂൾ, അത് വേറൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ വെയ്ഡ്സ് റൂൾ ചോദിച്ചു കഴിഞ്ഞാൽ, വെയ്ഡ്സ് റൂൾ ചോദിച്ച ഒരു റൂൾസിൻ്റെ സ്റ്റെപ്പ് എഴുതണം, അതിൻ്റെ എക്സാമ്പിൾ എഴുതണം. പിന്നെ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ നമ്മൾ PEC വെച്ച് കണ്ടുപിടിച്ചു, PEC കണ്ടുപിടിച്ചു, TEC മൈനസ് N × 12 എന്നുള്ള കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ കിട്ടിയ PECനെ PEC/2 ചെയ്യണം. അവിടെയും ഒരു 2 ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇവിടെയും PEC/2 ചെയ്യണം. അപ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അതിൽ നമുക്ക് കിട്ടിയ നമ്മുടെ N എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലോ, നമ്മുടെ മെറ്റൽ ആറ്റം എത്രയുണ്ടെന്നുള്ള വാല്യൂ, അത് വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂ ഒന്ന് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ആ നമ്പർ PEC2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു നമ്പറിനെ നമുക്ക് N-1 എന്ന് പറയുന്ന ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, N-1 എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളതിനെ സൂപ്പർ ക്ലോസോ സ്ട്രക്ചറാന്ന് പറയും. N ആണ് കിട്ടുന്നത് വെച്ചാൽ നമുക്ക് ഹൈപ്പർ ക്ലോസോ, പിന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും N+1 ആണെങ്കിൽ ക്ലോസോ, N+2 നിഡോ, N+3 അരാക്കനോ, N+4 ഹൈപ്പോ, N+5 ക്ലാഡോ. ഇതിൽ ക്ലോസോ, നിഡോ, അരാക്കനോ, ഹൈപ്പോ ഈ 4 ആണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊരു ബോക്സ് ഉണ്ട്. നിങ്ങൾ ബോറൈൻസിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടാവും, ഈ ക്ലോസോ, നിഡോ, അരാക്കനോ, ഹൈപ്പോ ഒക്കെ. അപ്പോൾ ബോറൈൻസിൻ്റെ കേസിൽ അതിൻ്റെ TEC 4n+2 ആണെങ്കിൽ N+1 കിട്ടും ക്ലോസോ, 4n+4 ആണെങ്കിൽ N+2 കിട്ടും നിഡോ, 4n+6 അങ്ങനെ അരാക്കനോ, ഹൈപ്പോ കിട്ടും. ഇതിൻ്റെ കേസിൽ ട്രാൻസിഷൻ മെറ്റൽ ക്ലസ്റ്റർ, നമ്മളിപ്പോൾ പഠിക്കുന്ന ട്രാൻസിഷൻ മെറ്റൽ ക്ലസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ TEC PEC/2 എന്ന് പറയുന്ന വാല്യൂസാണ് നോക്കുക, സ്കെലറ്റൽ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ. അപ്പോൾ അതിലാണെങ്കിൽ 14n+2 ആണെങ്കിൽ ക്ലോസോ N+1, 14n+4 TEC കിട്ടിയാൽ നമുക്ക് നിഡോ ആണെന്ന് പറയാം. അങ്ങനെ അതിൻ്റെ ഇപ്പോൾ രണ്ടിൻ്റെയും കമ്പാരിസൺ ഉള്ള ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത്രയും ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? HNCCൻ്റെ സ്ട്രക്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. RH6CO60 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കതിൽ N എന്ത് കിട്ടി? നമ്പർ ഓഫ് മെറ്റൽ ആറ്റംസ് എത്രയാണോ അതാണ് N. അപ്പോൾ RH6 ഉള്ളത് കൊണ്ട് N = 6 എന്ന് കിട്ടി.
ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ TEC കണ്ടുപിടിക്കണം. TEC കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെറ്റലിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. അപ്പോൾ റോഡിയം എന്ന് പറയുമ്പോൾ കൊബാൾട്ടിൻ്റെ താഴെ വരുന്നതാണ്. കൊബാൾട്ടിൻ്റെ 27 3D7 4s2. അപ്പോൾ ശ്രദ്ധിക്കണം, 7 തെറ്റ് ചെയ്തത് 27 ആയതുകൊണ്ട് റോഡിയം എവിടെയുള്ളതെന്ന് ആദ്യം മനസ്സിലാവണം. നമ്മൾ പറഞ്ഞത് കൊച്ചു റോട്ടിലിരുന്നു CORH ഇറിഡിയം, അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 27 ആണ് കൊബാൾട്ട്. അപ്പോൾ അതിന് താഴെയുള്ളതിനും 3D7 4s2 4D7 5s2 അങ്ങനെ വരുമെന്ന് നമ്മളൊന്നും ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ റോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കാണാപ്പാടം പഠിച്ചാലും മതി. അപ്പോൾ നമുക്ക് 7 + 2 9 കിട്ടി. 6 റോഡിയം ഉണ്ട്. അപ്പോൾ TECയുടെ ഫസ്റ്റത്തെ ടേം 6 × 9 കിട്ടി. പ്ലസ് കാർബണിൽ നമ്മൾ പറഞ്ഞു, കാർബണിലായതുകൊണ്ട് നമുക്ക് 2 എടുത്താൽ മതി. 16 കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 16 × 2 എന്ന് കിട്ടി. ഇനി നോക്കേണ്ടത് എന്താണ്, ചാർജ് ഉണ്ടോയെന്നാണ്. അപ്പോൾ ഈ കോംപ്ലക്സിന് ചാർജ് ഒന്നുമില്ല, മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നോക്കേണ്ട കാര്യം എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ആറ്റം ഉണ്ടോ എന്നുള്ളതാണ്. അതുമില്ല, അപ്പോൾ അതും കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 86 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അതല്ലാതെ നമുക്ക് 6 × 9 54 നമുക്ക് വാല്യൂ കിട്ടും. ഇനി നമുക്കതിന് 86നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാം. 86നെ നമ്മൾ 14n+ ഈ ഒരു ഫോമിലില്ലേ, ഇപ്പം നമുക്ക് കിട്ടിയത് TEC ആണല്ലോ, നമ്മൾ TEC ആണ് കണ്ടുപിടിച്ചത്. TECനെ 14n+ എന്തെങ്കിലും എന്ന് പറഞ്ഞൊരു ഫോമാറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഈ നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ 86നെ നമുക്ക് 14n എന്ന് പറയുന്നതാണ് 6. അപ്പോൾ 14 × 6 ആദ്യം ചെയ്ത് നോക്കുക. പ്ലസ് എത്രയാണ് വരുന്നത് നോക്കുക. 14 × 6 എത്ര വരും, 4 ബാക്കി 2 82 വരും. 6 24 ബാക്കി 2 82 വരും. ഒരു മിനിറ്റ്, അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 14n+2 ഫോമിലെ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, 14n+2 എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ അവിടെ വെച്ചിട്ട് നമുക്ക് ഇത് ക്ലോസോ ആണെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ PEC വാല്യൂ നമ്മുടെ സാധാ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. PEC = TEC മൈനസ് എന്ത് വന്നു n × 12. അപ്പോൾ PEC നമുക്ക് 86 കിട്ടി. മൈനസ് എത്ര n എന്ന് പറഞ്ഞ 6 ആണ്, × 12 നമുക്ക് 14 കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ PEC/2 എന്ന് പറയുമ്പോൾ 14/2 നമുക്ക് 7 കിട്ടും. 7നെ നമുക്ക് n+ എത്രയെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അവിടെ n 6 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, 7നെ 6 + 1 എഴുതാം. അപ്പോൾ n+1 കിട്ടി. n+1 ഫോമാറ്റ് ഏതാണ്, ക്ലോസോ ആണ് n+1 ഫോമാറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് RH6CO16 എന്ന് പറയുന്നത് ക്ലോസോ മെറ്റൽ ക്ലസ്റ്റർ ആണെന്ന് നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ ക്ലോസോ കഴിഞ്ഞാൽ നിഡോയിൽ ഏതാ കിട്ടുക, OS5 CO15 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഇതിലിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കണം, എല്ലാതും ചെയ്ത് നോക്കണം, ഏത് വേണമെങ്കിൽ ചോദിക്കാം. ബാക്കി എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓസ്മിയത്തിൻ്റെ വേണമെങ്കിൽ പറയാം. ഓസ്മിയത്തിൻ്റെ നമുക്ക് എന്താണ് 5 ആണുള്ളത് n. അപ്പോൾ 5 × 8 ആണ് അതിൻ്റെ വരിക. അപ്പോൾ 8+ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ ഒരു കാർബൺ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ കാർബണിന് എന്തായിരുന്നു, ഹൈഡ്രജൻ 1, കാർബൺ 4 ആയിരുന്നു. അപ്പോൾ കാർബണിൻ്റെ 4 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ആഡ് ചെയ്തു. പ്ലസ് എന്ത് വന്നു, 15 × 2, 15 കാർബണിൽസ് ഉണ്ട്, × 2 ചാർജ് ഒന്നുമില്ല. അപ്പോൾ 74 എന്ന് കിട്ടി. അതിന് നമുക്ക് 14n+ എന്തെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ n ഇവിടെ 5 ആയതുകൊണ്ട് 14n+4. ഇതിലപ്പോൾ 4 × 14n+, അത് നമ്മൾ 14n+ എന്തെങ്കിലും ഫോമാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് നോക്കണ്ടേ. 14 × 5 + 4. അപ്പോൾ ഓസ്മിയം എന്ന് പറയുന്നത് നമ്മുടെ അയണിൻ്റെ ഇതിലാട്ടോ വരുന്നത്. അയൺ വരുമ്പോൾ 3D6 4s2. അപ്പോൾ എന്ത് വരും, 6 + 2 8 വരും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും, 74 കിട്ടും. 74ന് നമുക്ക് 14 × എത്രയെങ്കിലും ആക്കി ചെയ്യാൻ പറ്റുമോ നോക്കാം. 14 × 5 + 4, 5 ആണല്ലോ ഇവിടെ. അപ്പോൾ 14 × 5 കൊടുക്കുക. പ്ലസ് എത്രയാണ്, 14 × 5 എന്ത് വരും, 0 ബാക്കി 2 70 വരും.
പ്ലസ് 4 അപ്പോൾ 74 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 14n+4 എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കുക 14n+4 വരുന്നത് നിഡോ സ്ട്രക്ചറാണ്. ഇനി അതല്ല ബാക്കി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ നമുക്ക് കിട്ടും 74 മൈനസ് n × 12 5 × 12 നമുക്ക് 14 കിട്ടും. 14/2 7 കിട്ടും. 7ന് നമ്മൾ 5 ആണ് ഇവിടെ n. അപ്പോൾ 5+2 7 ആയിട്ട് കിട്ടും. n+2 നിഡോ സ്ട്രക്ചർ കിട്ടും. അതേപോലെ തന്നെയാണ് എല്ലാ എക്സാമ്പിൾസും അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ അരാക്നോ വരുന്ന സ്ട്രക്ചർ ഉണ്ട്. ഏത് സ്ട്രക്ചർ വേണമെങ്കിൽ ആവാം. ഒരു കോംപ്ലക്സ് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിക്കലിൻ്റെ കേസിൽ ഇതിലിപ്പോൾ എന്ത് വരും? -2 ഉള്ളത് കൊണ്ട് നമ്മൾ -2 ആയതുകൊണ്ട് +2 കൂട്ടണം. -1 ആണെങ്കിൽ +1 കൂട്ടണം എന്ന് പറഞ്ഞ പോലെ -2 ആണെങ്കിൽ +2 കൂട്ടണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. എന്നിട്ട് സ്ട്രക്ചർ കിട്ടും. ഇതാണ് HNCCയിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, അത് അടുത്ത വീഡിയോയിലിടാം.